ഡോക്ടേഴ്സ് ടോക്കിങ്ങിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അഡ്ല, അസോസിയേറ്റ് പ്രൊഫസർ, ആയുർവേദ ഗൈനക്കോളജിസ്റ്റ്, ഗവൺമെന്റ് ആയുർവേദ കോളേജ്, ട്രിവാൻഡ്രം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, ഇന്ന് ഡോക്ടറിന്റെ ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു സ്റ്റോറി നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട്. എന്തായിരിക്കും പറയാനുള്ളത്? ഞാൻ എൻ്റെ ഒ പിയിൽ വന്ന ഒരു കുട്ടിയുടെ സ്റ്റോറിയാണ്. ഭയങ്കരമായിട്ട് മനസ്സിൽ തന്നെ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം. 11 വയസ്സായ ഒരു കുട്ടി, അതായത് 5ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, ഒരു ചെറിയ ഫ്രോക്ക് ഇട്ടൊരു കുട്ടി. അപ്പോൾ ഫസ്റ്റ് ഒ പിയിലോട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒ പി മാറി കയറിയതായിരിക്കും, കുട്ടികളുടെ ഒ പിയിൽ പോകാതെ വന്നതായിരിക്കും എന്ന് വിചാരിച്ച്. അപ്പം അല്ല, ഇവിടെ തന്നെ വന്നാണ്. മുത്തശ്ശി കൂടെയുണ്ട്. അപ്പോൾ എന്താണ് അസുഖം എന്ന് ചോദിക്കുമ്പോൾ ബ്ലീഡിങ്. അപ്പോൾ പെട്ടെന്ന് 11 വയസ്സായ കുട്ടി. അപ്പം കഴിഞ്ഞ 10 ദിവസമായിട്ട് നിൽക്കുന്നില്ല, ഒരേപോലത്തെ ബ്ലീഡിങ്, കുറയുന്നേ ഇല്ല. അപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ഭയങ്കരമായ ക്ഷീണവും, സ്കൂളിൽ ചെന്ന് അടിക്കടി ഇത് മാറ്റേണ്ടി വരുന്ന ഒരു അസൗകര്യം എല്ലാം കൊണ്ട് ഒരു 3 ദിവസമായിട്ട് സ്കൂളിൽ പോകുന്നില്ല. അപ്പോൾ കാണുമ്പം തന്നെ നമുക്കറിയാം നല്ല വിളർച്ചയുണ്ട്. അപ്പോൾ നമ്മൾ 11 വയസ്സ് കുറച്ച് പ്രായം മുന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്കിലും നമ്മളെല്ലാ പരിശോധനകളും നോക്കി. പരിശോധനകളിൽ രക്തക്കുറവുണ്ട്, 9ൽ താഴെ ഉള്ളൂ HB. മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു സ്കാൻ പരിശോധന നോക്കി, അതിലും കാര്യമായിട്ട് ഉള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ഒന്നാമത് ഭയങ്കര ആങ്സൈറ്റി, വിഷമിച്ചു പോവുകയാണ്. കാരണം ഇത് പീരീഡ്സ് ആയിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാൻ തന്നെ പഠിക്കുന്നേ ഉള്ളൂ. ഒന്നിൽ ക്ലാസ്സിൽ മറ്റാർക്കും ആയിട്ടില്ല, കുറച്ച് ഏർലിയാണ് ആയത്. അതിൻ്റെ തന്നെ ഒരു ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് ഈ നിൽക്കാത്ത ബ്ലീഡിങ്. കഴിഞ്ഞ 2 സൈക്കിളായിട്ട് 10 ദിവസം 12 ദിവസം വരെ ബ്ലീഡിങ് ഒരുപോലെ നിൽക്കുന്നു, ക്ഷീണമാവുന്നു, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് മെഡിസിൻ കൊടുക്കണം എന്നുള്ളതാണ് ആദ്യം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബ്ലീഡിങ്ങിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണ് ഈ അശോകം എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ ഒരു ക്ഷീരഭാഗമായിട്ട്, കൊച്ചു കുട്ടിയും കൂടെ ആയതുകൊണ്ട് ഒരു ക്ഷീരഭാഗം ആയിട്ട് കൊടുത്തു, 2 നേരം കുടിക്കാൻ. പിന്നെ ഈ ക്ഷീണം, വിളർച്ച ഇതെല്ലാം മാറാനായിട്ട് കഷായം തന്നെ കുറച്ച് ഡൈല്യൂട്ടായിട്ട്, ഫാണ്ടം എന്ന് പറയും, അങ്ങനെ ഒരു ഫാണ്ടം പോലെ കുറച്ച് ഡൈല്യൂട്ടായി കുഞ്ഞിന് കുടിക്കാനും പറ്റണം. കഷായം കുടിക്കാൻ മടിയായിരിക്കും, അത്രയും കയ്പൊക്കെ. അപ്പൊ അധികം കയ്പില്ലാത്തൊരു കഷായം ഒരു ഫാണ്ട രൂപത്തിൽ കുറച്ച് ലൈറ്റായിട്ട് അത് ഒരു 2-3 തവണയായിട്ട് അതും കുടിക്കാൻ ഏൽപ്പിച്ച് ഒരു 1 വീക്കിനകം ആദ്യത്തെ റിവ്യൂ പറയാൻ പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും വന്ന് 3 ദിവസം മരുന്ന് കഴിച്ചപ്പോഴേക്കും ബ്ലീഡിങ് നിന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞും വളരെ ഹാപ്പിയാണ്. അപ്പം ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ഒരു 3 സൈക്കിള് നമുക്ക് നോർമലായിട്ട് വരുന്ന പോലെ മോൾ ഈ മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കണം. അപ്പോൾ കഴിച്ച് നിന്നതിൻ്റെ ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് എന്നാൽ ഒന്ന് കഴിക്കാം. പിന്നെ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത 2 മരുന്നുകൾ ആയിരുന്നു. പിന്നെ പഥ്യം കൃത്യമായി പറഞ്ഞു, എരിവ് അധികം ഉപയോഗിക്കരുത്, അച്ചാറൊക്കെ നന്നായി ഉപയോഗിക്കും കുട്ടി. അപ്പോൾ കുറച്ച് അച്ചാറൊക്കെ ഒന്ന് കുറയ്ക്കണം. പിന്നെ അമിതമായിട്ട് കുറച്ച് ആക്ടിവിറ്റീസ്, ഭയങ്കരമായിട്ട് ഈ ബ്ലീഡിങ് ഉള്ള സമയത്ത് ഓവർ ആക്ടിവിറ്റി, അങ്ങനെ സ്പോർട്സിനൊന്നും പോകണ്ട, കുറച്ചൊക്കെ ഏറെക്കുറെ റെസ്റ്റ് എടുക്കണം, ദിവസം ഒന്ന് പാല് കുടിക്കണം. അങ്ങനെ ഫുഡിലൊക്കെ കുറച്ച് അഡ്വൈസ് എല്ലാം കൊടുത്തു. നെക്സ്റ്റ് സൈക്കിൾ വന്നപ്പോൾ കൃത്യമായി സൈക്കിൾ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മാഡം 5 ദിവസം കൊണ്ട് ഇപ്രാവശ്യം ബ്ലീഡിങ് നിന്നു, പിന്നെ എനിക്കൊന്നും ഉണ്ടായില്ല. അപ്പം അതുപോലെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ഇതേ മെഡിസിൻ ഒരു 3 മാസം കറക്റ്റായിട്ട് പീരീഡ്സ് വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇനി 3 മാസം നമുക്ക് മെഡിസിൻ ഇല്ലാണ്ട് വരുന്നുണ്ടോ, അപ്പോഴാണല്ലോ നമുക്ക് നോർമലൈസ് ചെയ്തെന്ന് പറയാൻ പറ്റുന്നത്. അങ്ങനെ ഫാണ്ട കഷായം പതുക്കെ മാറ്റി ക്ഷീരം മാത്രമാക്കി. അങ്ങനെ അത് ഒരു 3 മാസം. അപ്പോൾ 6 മാസം കൊണ്ട് ആൾ കംപ്ലീറ്റ് ആയിട്ട് നോർമലായി. അപ്പോൾ ഈ കുട്ടിക്ക് അങ്ങ് വളരെ ആശ്വാസമായി, സ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ അമ്മൂമ്മയും എല്ലാവരും കൂടെയാണ് ഒരു 6 മാസം കഴിയുമ്പം വരുന്നത്. അപ്പോൾ ഇത് അതായത് നമ്മൾ നമ്മുടെ കുട്ടികളെയൊക്കെ കാണുന്നതാണ്. അപ്പോൾ അതുപോലെ ഒരു കൊച്ചുകുട്ടി ഭയങ്കരമായി ബുദ്ധിമുട്ടിയ ഒരു സിറ്റുവേഷനിൽ ചെറിയ 1-2 മരുന്ന് കൊണ്ട് മാത്രം അതിന് വളരെ ആശ്വാസം കിട്ടുകയും കുട്ടി ഒരു ബാക്ക് ടു നോർമൽ ആവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് വളരെ മനസ്സിൽ തന്നെ ഇരിക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള കുട്ടികൾ എനിക്ക് തോന്നുന്നു കുറച്ച് നേരത്തെ, അതായത് 10 വയസ്സിലും 11 വയസ്സിലും ഒക്കെ ഇതുപോലെ ബ്ലീഡിങ് വരുന്നുണ്ട്. അതൊരു അബ്നോർമൽ അല്ലേ? ശരിക്കും 12 വയസ്സിന് മുന്നേ എന്നും 10 വയസ്സിന് മുന്നേ തീർച്ചയായിട്ടും ഇത് അങ്ങനെ നേരത്തെ വരുന്നത് ഇപ്പം കോമൺലി കാണുന്നുണ്ട്. അത് നമ്മുടെ പ്യൂബർട്ടി മെനറാജിയ എന്നാണ് അതിന് പറയുന്നത്. ഇതിപ്പോൾ ധാരാളം കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ബേസിക്കലി ഇപ്പം നമുക്ക് കാണുന്ന ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് തന്നെ കുട്ടികളിൽ ഇങ്ങനെ കാണുന്നതാണ്. ഇവരുടെ ഫുഡ് ഹാബിറ്റ്സ് ഒരു പ്രധാന കാരണമാണ്.
പിന്നെ അമിതമായിട്ടുള്ള ഈ ജങ്ക് ഫുഡും പ്രോസസ്ഡ് ഫുഡ്സ്. അപ്പോൾ അതിന്റെ യൂസ്, പിന്നെ പൊതുവിൽ കാണുന്നത് വളരെ ഇനാക്ടിവിറ്റി. ആ ഒരു ഏജിലൊക്കെ, ഒരു ഗ്രോത്ത് ഏജിലൊക്കെ ശരിക്കും നല്ല ആക്ടിവിറ്റി വേണ്ട ഒരു ഏജാണ്. അപ്പോഴുള്ള ഇനാക്ടിവിറ്റി, പിന്നെ സ്ലീപ്പിനെ ഒട്ടും പ്രയോറിറ്റൈസ് ചെയ്യാത്തൊരു ഏജാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാത്രി ഇരുന്ന് ചെയ്യാമെന്നുള്ള ഒരു രീതിയാണ് കുട്ടികൾക്ക്. അങ്ങനെ ഒരു ഹാബിറ്റ്സ്. പിന്നെ ഈ ബ്ലൂ ലൈറ്റ് തന്നെ എപ്പോഴും, ഈ ഫോണായാലും ഏതെങ്കിലും ഗാഡ്ജറ്റ്സ് എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നേച്ചർ, ഇതെല്ലാം ഇവരുടെ ഹോർമോൺ സിസ്റ്റത്തിനെ തകരാറിലാക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു തരം ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ തന്നെയാണ് ഈ മെനോറാജിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിപ്പോ വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു 12 വയസ്സാണ് ഇതിന്റെ ഒരു നോർമൽ ഏജ്. 12 വയസ്സ് മുതൽ അല്ലെ? അപ്പൊ ഇങ്ങനെ വരുന്ന കുട്ടികൾക്ക് അത് ഭാവിയിൽ അവരുടെ പ്രഗ്നൻസിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ ഒരു ഹോർമോൺ തകരാറുണ്ട്. മിക്കവരിലും ഇത് ഈ സമയത്ത് നമ്മളൊന്ന് അറ്റൻഡ് ചെയ്താൽ കറക്റ്റഡ് ആകാം. പിന്നെ ഒരു റിസ്ക് എന്ന് പറയുമ്പോൾ, ഇപ്പം നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ എടുക്കുവാണെങ്കിൽ അതിലൊരു ഏർലി മെനാർക്ക് എന്ന് പറയുന്ന ഒരു റിസ്ക് ഫാക്ടർ ആയിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള ചില റിസ്ക് ഫാക്ടേഴ്സ് കഴിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ ഈ സമയം അറ്റൻഡ് ചെയ്ത് കൃത്യമായ ട്രീറ്റ്മെന്റ് കൊടുത്താൽ പിന്നെ ഭാവിയിൽ ചിലരെങ്കിലും അത് വലിയ രീതിയിൽ ബാധിക്കാറില്ല. ഓക്കെ. അപ്പം നമുക്ക് ഈ ഒരു 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ പീരീഡ്സ് നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ കൃത്യമായി ഒരു ഡോക്ടറിനെ കണ്ടിരിക്കണം എന്ന് തന്നെയാണ്. നമ്മളൊന്ന് ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അത് ഒന്നാമത് അവരത് ഹാൻഡിൽ ചെയ്യാനായില്ല. സൈക്കോളജിക്കലിയും ഒത്തിരി പ്രശ്നങ്ങൾ വരും. കാരണം കൂടെയുള്ള കുട്ടികൾ ആർക്കും ആയിട്ടുണ്ടാവില്ല, 1-2 പേർക്ക് മാത്രമേ ആയി കാണുള്ളൂ. അപ്പൊ അവരിങ്ങനെ തമ്മിൽ സംസാരിക്കുമ്പോഴും ഇവർക്ക് ഭയങ്കരമായ ആങ്സൈറ്റി, പിന്നെ ഈ പഠന പിന്നോക്ക അവസ്ഥ എല്ലാം ഇതിന്റെ കൂടെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു മെസ്സേജാണ് ഇപ്പോൾ ഡോക്ടർ തന്നത്. അതായത് ഈ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇപ്പോൾ അത് നോർമലൈസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. പക്ഷെ അത് നോർമൽ അല്ല, അബ്നോർമൽ ആണ് എന്ന് പറഞ്ഞ് ഒരു സ്റ്റോറിയിലൂടെ, ഒരു അനുഭവത്തിലൂടെ പങ്കുവെച്ചു തന്ന ഡോക്ടർ അനില, വളരെയധികം നന്ദി ഡോക്ടർ.